ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ കറിയും നൂൽപുട്ടും ഉണ്ടാക്കാം. നൂൽപുട്ട് എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. ഇടിയപ്പം അങ്ങനെ കുറേ വേറെ പേരുകളൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ അത് ഇന്ന് ഉണ്ടാക്കാം. അതിലേക്കാണ്. സൺഡേ ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അമ്മമാർക്കൊരു സമാധാനമാണ് അല്ലേ, കുറച്ച് നേരം കിടന്നുറങ്ങാമെന്നുള്ളത്. പക്ഷെ എൻ്റെ മോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺഡേ നേരത്തെ എഴുന്നേക്കും. ബാക്കിയുള്ള സ്കൂളിൽ പോകേണ്ട ദിവസങ്ങളിലൊക്കെ ഞാൻ എത്ര വിളിച്ചാലും എഴുന്നേക്കലില്ല. അപ്പം ഇന്നൊരു സൺഡേ ആണ്. ഞാനിങ്ങനെ കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് എഴുന്നേറ്റിട്ടുള്ളത്. അപ്പം മോളിതാ എൻ്റെ കൂടെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ. അപ്പോൾ അവളെ രാവിലെ എടുത്ത് കുറച്ച് നേരം ഞാൻ കൊഞ്ചിക്കും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾ പിന്നെ തെറ്റും. വളരെ വലിയ തെറ്റിൻ്റെ ആളാണ്. അപ്പോൾ അവളുടെ അടുത്ത് രാവിലെ എണീറ്റ് വന്നാലും കുറേ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടാവും. ആ കംപ്ലയിൻസും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ട് അവൾ പിന്നെ ഞാൻ ഏട്ടൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. പിന്നെ അവർ രണ്ടും കളിച്ചോളും. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അതിലേക്ക് പണിയിലേക്ക് കിടക്കും. ഞാൻ ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്തിരിപ്പൊടി എടുത്തിട്ട് പത്തിരിപ്പൊടിയിൽ നമ്മുടെ ഉപ്പ് കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ വെള്ളം തിളപ്പിച്ചിട്ട് പിന്നെ കുറേശ്ശെ ആ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാണ് ഞാൻ ചെയ്യലുള്ളത്. പക്ഷെ ഞാൻ വീഡിയോസിലൊക്കെ വേറെ രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ അടുപ്പത്ത് വെച്ചിട്ട് തന്നെ ചൂടിൽ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കുക. എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടി സോഫ്റ്റായിട്ട് വരുമായിരിക്കും. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഞാനങ്ങനെ ഇതിപ്പോൾ ഭയങ്കര പണിയുള്ള പരിപാടിയാണ്. എനിക്ക് വലിയ താല്പര്യമുള്ള പരിപാടിയല്ല ഈ ഇതുണ്ടാക്കൽ, ഇടിയപ്പം ഉണ്ടാക്കൽ. ഇതിന് നല്ല ടൈം എടുക്കും. അപ്പോൾ സൺഡേ ആകുമ്പോൾ വേഗം പണി തീർക്കാമെന്നുള്ള. പക്ഷെ മോൾക്ക് ഇന്ന് ഇത് വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോൾ അത് ഇത്ര ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇത് പിന്നെ എങ്ങനെ വെള്ളം താക്കി കഴിഞ്ഞാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എന്താ വെച്ചാൽ നമ്മളെ കൈ പൊള്ളും. കൈ വെച്ചാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്, അല്ലാതെ സ്പൂൺ വെച്ചിട്ട് ആ ഒരു നോർമൽ ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേശ്ശെ വെള്ളമൊക്കെ ചേർത്തിട്ട് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് ആറാൻ വേണ്ടി വെക്കും. അന്ന് ചൂട് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് നല്ല രീതിയിൽ കുഴച്ച് നല്ലൊരു മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇതാക്കും. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ചിക്കൻ്റെ ഇതിലേക്ക് കിടക്കുന്നത്. ഞാനിപ്പോൾ ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് ചിക്കനെ ഞാനൊന്ന് ഒരു വിസിലടിച്ചെടുക്കുന്നുണ്ട് വേഗം വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒരു വിസിൽ മാത്രം അടുപ്പിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ചിക്കനിന് ഓൾറെഡി വെള്ളം വരും. എന്നാലും ആ ബാക്കിയുള്ള സ്റ്റോക്കിൽ തന്നെ നമുക്കത് ചിക്കൻ കറി ആക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാനത് കുക്കർ വിസിലടുപ്പിക്കാൻ വെക്കുന്നത്. അപ്പോൾ ആ ഒരു വിസിലടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കട്ടിങ് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ക്ലിയർ ചെയ്യാം. അപ്പോൾ വേഗം കുക്കിംഗ് കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നോർമലി ഞാൻ ഇങ്ങനെയല്ല ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. എല്ലാം മിക്സ് ചെയ്ത് ഉള്ളി തക്കാളിയൊക്കെ വഴറ്റി അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് പിന്നെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യൽ, വേവിച്ചെടുക്കുക. ഇതിപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ഒരു വിസിൽ ഞാൻ എടുക്കുകയാണ്, കുക്കറിലിട്ട് ഇതാക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒഫീഷ്യൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് തരുന്ന ആളാണ് ഏട്ടൻ. അപ്പോൾ ഞാനത് ഏട്ടൻ്റെ അടുത്ത് കൊടുത്തു. അത് ഏട്ടൻ എനിക്ക് ചതച്ച് തന്നു. ആ സമയം കൊണ്ട് ഞാനിതവിടെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഞാൻ 3 ഉള്ളി എടുത്തിട്ടുണ്ട് തോന്നുന്നു. 3 ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ പിന്നെ തക്കാളി കട്ട് ചെയ്യും. തക്കാളിയും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നോർമലി ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങ് ഇടുന്ന ആളാണ്. അത് ഉരുളക്കിഴങ്ങ് ഇടുന്നതിന് ഇപ്പോൾ കുക്കറിലായതുകൊണ്ടല്ല, കുക്കറിലല്ലാതെയാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വേകുന്ന ടൈമാണ് നമ്മുടെ ചിക്കൻ്റെ വേവ് ടൈം. അപ്പോൾ അത് മനസ്സിലാക്കുക. അല്ല ചിക്കൻ കഴിച്ച് നോക്കുകയല്ല, അങ്ങനത്തെ വേവിൻ്റെ ഒരു പ്രശ്നം വരില്ല ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ. പിന്നെ ഹസ്ബൻഡിന് ഉരുളക്കിഴങ്ങ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാ ചിക്കൻ കറിയിലും ഉരുളക്കിഴങ്ങ് ഇടാറുണ്ട്. തക്കാളി ഞാനിവിടെ നല്ല പഴുത്ത തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ ഫ്രിഡ്ജ് കുറേ കാലമായിട്ട് കേടായിരുന്നു. അപ്പം അതിൻ്റെ ബോർഡ് അടിച്ചുപോയി. അപ്പം 10 വർഷത്തെ വാറണ്ടി ഉണ്ടായിരുന്നുള്ളൂ. 10 വർഷം കഴിഞ്ഞു. ഫ്രിഡ്ജിൻ്റെ വാറണ്ടി കഴിഞ്ഞതുകൊണ്ട് LG തന്നെ വിളിച്ചിട്ട് അത് ക്ലിയർ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ബോർഡ് നമുക്ക് കിട്ടാനില്ല. പഴയ മോഡലായതുകൊണ്ട് അതിൻ്റെ ബോർഡ് കിട്ടാനില്ല. അപ്പോൾ ലാസ്റ്റ് ഒരു ബോർഡ് അവരെ ഓഫീസിൽ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിന് ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ തക്കാളികളൊക്കെ വേഗം ചീഞ്ഞു പോവാണ്.
അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടുക് ഇതാക്കാറില്ല. കടുക് ഇടുമോ ചിക്കൻ കറിയിൽ എന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ട് നല്ല അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ ഇതാക്കിയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുന്നു. ഉള്ളി ഇട്ട് കൊടുത്തിട്ട് വഴറ്റുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതായത് എല്ലാവർക്കും അറിയാം ഉപ്പിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് വാടി കിട്ടും. അങ്ങനെ ചിക്കൻ കറി ഞാൻ പിന്നെ ബാക്കി കാണിക്കുന്നില്ല, നിങ്ങളെ ലാഗ് ചെയ്യിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇടും. മല്ലിച്ചപ്പ് കുറച്ച് കുനുകുനാ അരിഞ്ഞിട്ട് ഇടും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനിയുള്ള ടാസ്ക് നമ്മുടെ ഇടിയപ്പത്തിൻ്റെയാണ്. ഇങ്ങനെ കുഴച്ചെടുക്കൽ വളരെ ടാസ്ക് പരിപാടിയാണ്. പിന്നെ കയ്യിലാവും അങ്ങനത്തെ. എനിക്കങ്ങനെ കയ്യിലാവുന്ന വലിയ ഇഷ്ടമല്ല. ഇത് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ പോയി കൈ കഴുകും. അത് കഴിഞ്ഞിതാ അത് പഴയ ഇടിയപ്പത്തിൻ്റെ അച്ചാണേ. എനിക്ക് തോന്നുന്നു ഇത് ഹസ്ബൻഡിൻ്റെ അമ്മേൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇടിയപ്പത്തിൻ്റെതൊക്കെ ഇങ്ങനെ ഭയങ്കര ടൈറ്റാണ്. ഇത് കേടായിട്ടുണ്ട് കുറേയൊക്കെ. ഇനി വേറെ വാങ്ങണം എനിക്ക്. ഞാൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പം അത് അങ്ങനെ ഇടിയപ്പത്തിൻ്റെതൊക്കെ ആയി. ഞാൻ ഇലയിലാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇടിയപ്പത്തിൻ്റെ ആവി ഇതാക്കുന്ന ഇതില്ല, കുക്കറില്ല. അപ്പോൾ ഇതിന് പകരം നമ്മൾ ജസ്റ്റ് ആവി കയറ്റുന്നത്, നമ്മൾ പഴം പുഴുങ്ങാൻ അങ്ങനത്തതിനൊക്കെ ആവി കയറ്റുന്ന ആ ഒരു പാത്രത്തിൽ ഞാൻ ഇലയിൽ ഇതാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഞാൻ പറഞ്ഞില്ലേ, നോർമലി ഞാനിത് ഉണ്ടാക്കലില്ല. പിന്നെ അതിൻ്റെ കൂടെ മോക്ക് അവൾ കോഴിമുട്ട എന്നാണ് പറയുക അതിന്. ഞാൻ ജസ്റ്റ് ആ മാവൊന്ന് കുഴിച്ച് ഒരു ഉരുളയാക്കി, കുഞ്ഞു ഉരുളയാക്കിയിട്ട് നടുവിൽ വെള്ളം കൊണ്ടൊരു പ്രസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഹോൾസ് പോലെ കിട്ടും. അങ്ങനെ അതും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് അതാണ് ഇഷ്ടം. അത് അങ്ങനെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി അത് കഴിഞ്ഞ് എല്ലാവരും വിശന്നിരിക്കുകയായിരുന്നു. മോളും അതേപോലെ തന്നെ ഹസ്ബൻഡൊക്കെ അയിലേ അയിലേ എന്ന് പറഞ്ഞ് പുറകെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കുകയാണ്. അവൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാനാണ് ഇഷ്ടം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വാരി കൊടുക്കുന്നയോ അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല. പക്ഷെ എനിക്ക് വാരി കൊടുക്കാൻ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവൾ തീരെ സമ്മതിക്കലില്ല. എനിക്ക് വാരി തരണ്ട, ഞാൻ ഒറ്റയ്ക്ക് വാരി കഴിച്ചോളുന്നു. സ്കൂളിൽ പോയിട്ട് അങ്ങനെ ശീലിച്ചിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിക്കും. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല അടിപൊളി ചിക്കൻ കറിയും അതേപോലെ തന്നെ ഇടിയപ്പമായിരുന്നു. അപ്പോൾ ഏട്ടൻ കറി നല്ല വേണ്ട ആളാണ്. നല്ല അത് ഏട്ടൻ്റെ അമ്മയും പറയലുണ്ട്, സ്കൂളിലേക്ക് എത്ര കറി കൊടുത്തു വിട്ടാലും തികയില്ല എന്ന്. ഇവിടെ എത്ര കറി ഉണ്ടാക്കിയാലും അതുകൊണ്ട് വേസ്റ്റ് ആവലുമില്ല എനിക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച്, ഇത്ര ടൈമൊന്നും അല്ലാട്ട് എടുക്കുക, ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടുള്ളൂ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. നല്ല ടൈം എടുക്കും ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം ഞങ്ങൾ ആസ്വദിച്ച് പതുക്കെ കഴിച്ച് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം 1 മണിക്കൂർ പിന്നെ അവിടെ ഇരിക്കും. എന്താ വെച്ചാൽ അവൾ പതുക്കെ കഴിക്കും. വളരെ സ്ലോ മോഷൻ്റെ ആളാണ്. കഴിച്ച് ഒരു വേണേൽ ഉച്ച വരെ ഇരുന്ന് കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ പതുക്കെ അവളൊക്കെ കഴിച്ച് കാത്തിരുന്ന് പ്ലേറ്റൊക്കെ കഴുകി വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നേരമാവും എൻ്റെത്. അത് പിന്നെ സൺഡേ ആയതുകൊണ്ട് നടക്കുന്നു. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ എനിക്ക് ഇങ്ങനെ സ്ലോ ആകുമ്പോൾ ഭയങ്കര ദേഷ്യം പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി ഉച്ചക്കത്തേക്കുള്ളതിൻ്റെ റെഡിയാക്കാൻ നോക്കുന്നത്. ചോറിനുള്ള വെള്ളം വെച്ച് അങ്ങനെ പിന്നെ ഇന്ന് ക്യാബേജ് ഞാൻ തോരനാക്കാമെന്ന് വെച്ചു. ക്യാബേജ് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ക്യാബേജും അതിൻ്റെ കൂടെ ഞാൻ ക്യാരറ്റ് ഇടലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് ഫ്രിഡ്ജ് കേടാണെന്ന്. ഫ്രിഡ്ജ് കേടായതുകൊണ്ട് എനിക്ക് ക്യാരറ്റൊന്നും എടുത്ത് വെക്കാൻ പറ്റുന്നില്ല. ക്യാരറ്റൊക്കെ വാങ്ങി പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ആടി കളിക്കും. അത്രയ്ക്കും വാടി പോകുന്നുണ്ട്. പിന്നെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും പൂത്ത് പോവുകയാണ്. അപ്പോൾ പിന്നെ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞാൻ പിന്നെ ക്യാരറ്റ് ഇടാതെ വെറും ക്യാബേജ് മാത്രമുള്ള തോരനാണ് ആക്കുന്നത്. അതാക്കി കഴിഞ്ഞ് പിന്നെ എനിക്ക് ക്ലീനിങ് ഞാൻ എല്ലാ കാര്യങ്ങളും അപ്പോൾ ക്ലീൻ ചെയ്ത് പോകുന്ന ആളാണ്. സൺഡേ ആണെന്നുണ്ടെങ്കിൽ എനിക്കത് വേഗം ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അപ്പോൾ അത് ക്ലീൻ ചെയ്ത്, അതുകൊണ്ടാണ് ഞാൻ ഹസ്ബൻഡിനെ വരെ കിച്ചണിലേക്ക് കയറ്റില്ല. എന്താ വെച്ചാൽ ക്ലീൻ ചെയ്യൂല, അങ്ങനെ വലിച്ച് വാരി ഇട്ടിട്ട് പോകുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഞാനത് ഉപ്പേരിയും കാര്യങ്ങളും ഒക്കെ ആക്കിയതിൻ്റെ ശേഷം അവളുണ്ട് കേട്ടോ, ആളാണ് വീഡിയോ എടുത്തിരുന്നത്, മോളാണ് വീഡിയോ എടുത്തിരുന്നത്. ഞാനവിടെ ഫോൺ വെച്ചപ്പോൾ വന്ന് നോക്കിയിട്ട് അമ്മ ഞാൻ വീഡിയോ എടുത്ത് തരാം അമ്മ അങ്ങനെ പറഞ്ഞിട്ട് അവളാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്ന് റെഡിയാക്കി തരുന്ന ആൾ. പക്ഷേ വലയും താലും ഇല്ലയെന്നേ ഉള്ളൂ, എല്ലാം അവിടെ ഇവിടെയൊക്കെ പോയിട്ടാണ് കിടക്കുന്നത്.
അങ്ങനെ ഉപ്പേരീൻ്റെതും കാര്യങ്ങളും ഒക്കെ ആക്കി ചോറും ഉപ്പേരിയും കറിയും ഒക്കെ ആക്കി ഇതോടെ കംപ്ലീറ്റ് ആയി. കിച്ചണിലെ പരിപാടി കഴിഞ്ഞു. ഞാൻ പിന്നെ കിച്ചണിൽ കയറില്ല. ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ഉടായിപ്പ് പിന്നെ പറഞ്ഞ് ഞാൻ കയറലേ ഇല്ല. കിച്ചണിൽ എനിക്ക് അങ്ങനെ കുറേ നേരം നിൽക്കുന്നതൊന്നും വലിയ ഇഷ്ടമില്ലാത്ത ആളാണ്. അങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്ന കിച്ചണിൽ നമ്മളെ ചോറടുപ്പത്തുണ്ട്, അതേപോലെ തന്നെ ഉപ്പേരി അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വന്ന് നോക്കൂ കേട്ടോ ആൾ. കിച്ചണിൽ എൻ്റെ കൂടെ ചുറ്റിപ്പറ്റി ഉണ്ടാവും. അവസാനം ഞാനതൊക്കെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പിന്നത്തെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്താ വെച്ചാൽ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങി. ഭക്ഷണമൊക്കെ ആയതിൻ്റെ ശേഷം ഭക്ഷണമൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ 2 മണിയോ അങ്ങനെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ വൈകുന്നേരം എഴുന്നേറ്റ് കുളിച്ച്, അപ്പോൾ ഇവിടെ അടുത്ത് ഒരു ഊഞ്ഞാലൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. അപ്പം മോള് പറഞ്ഞ് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അവളും കൂടി അവിടെ പോയി ഊഞ്ഞാലൊക്കെ ആടി അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ റീൽസിലൊക്കെ കണ്ട ഒരു ചീരേൻ്റെ ഒരു ഇത് കണ്ടു. അപ്പോൾ ഞാൻ ഏട്ടനോട് ചോദിച്ചു അത് ചീരയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഇതൊക്കെ. പിന്നെ ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ ഈ സ്ലൈഡിന് അവളെ സ്കൂളിലുള്ള സ്ലൈഡിനേക്കാളും കുറച്ച് വലുതാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര പേടി. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞതിൻ്റെ ശേഷമാണ് ഫസ്റ്റത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അത് കഴിഞ്ഞപ്പോൾ ആൾക്ക് അത് ഇഷ്ടമായി. പിന്നെ അതിൽ 2-3 തവണ കളിക്കുകയൊക്കെ ചെയ്തേ. പിന്നെ അവിടെ നിന്ന് തിരിച്ച് കൊണ്ടുവരാനായിരുന്നു പാട്. അത് കഴിഞ്ഞ് ഇതിൽ കയറിയപ്പോൾ എന്നോട് പറഞ്ഞ് ഇതിൽ അമ്മയും കയറിയിരിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി അവളെ കയറ്റാൻ വേണ്ടിയിട്ടാണ്, ഞാൻ അല്ലാതെ കയറിയതല്ല കേട്ടോ. അങ്ങനെ സ്ലൈഡിൽ ഒന്നും കൂടി കയറിയിട്ട് പിന്നെ വീട്ടിലേക്ക് വന്നു. പിന്നെ തുണികൾ കുറച്ച് മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവളെ ഇരുത്താൻ വേണ്ടിയിട്ട് ഒന്ന് ലാപ്ടോപ്പിൽ എന്തെങ്കിലും കോക്കോമെലനോ അല്ലെങ്കിൽ എന്തെങ്കിലും, അവൾ റീൽസും ഇരുന്ന് കാണും. അപ്പോൾ അങ്ങനെ റീൽസോ കോക്കോമെലനോ എന്തെങ്കിലും വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനത് ലാപ്ടോപ്പ് തുറന്ന് അടുത്ത് വെച്ച് കൊടുത്തു. ഇല്ലെങ്കിൽ എന്നെ തുണി മുടക്കാൻ അവൾ സമ്മതിക്കില്ല, ഇരട്ടിപ്പണിയാക്കി വെക്കും. അതുകൊണ്ട് ഞാൻ അവളെ അവിടെ സൈഡിലാക്കാൻ വേണ്ടി ലാപ്ടോപ്പ് തുറന്ന് വെച്ചിട്ട് ഞാനത് ബാക്കി തുണികൾ കാര്യങ്ങളൊക്കെ മടക്കി വെച്ച് പിന്നെ ഇന്നത്തെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഞങ്ങൾ രാത്രിക്കത്തെ ഭക്ഷണം കഴിക്കും, നേരത്തെ കിടന്നുറങ്ങും. നാളെ ഇപ്പം സ്കൂൾ പോകേണ്ടതുകൊണ്ട് മൺഡേ ആയതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കേണ്ടത് കൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ കിടക്കും. അത്രയേ ഉള്ളൂ. അപ്പം ഡെയിലി വ്ളോഗ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇനിയും ഡെയിലി വ്ളോഗ്സ് ഇടുന്നതായിരിക്കും. അപ്പോൾ പിന്നെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.